ഈ അടുത്ത് കുറേ ആളുകൾ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതായിട്ട് ഇങ്ങനെ കാണുന്നു. കുറേ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. വലിയ ബിസിനസ് വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ പല വാർത്തകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആളുകൾക്ക് തീരെ ക്ഷമയില്ലേ എന്ന് ആലോചിച്ച് പോവാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പ്രയാസങ്ങളുണ്ടാവും. സന്തോഷം വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആഹ്ലാദം എപ്രകാരം ഉണ്ടാവുന്നുവോ അതുപോലെ പ്രയാസങ്ങളുണ്ടാവുമ്പോൾ അത് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് ഒരു മനുഷ്യനുണ്ടാവൽ അത്യാവശ്യമാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ലുക്മാൻ ഹക്കീം തങ്ങൾ അവിടുത്തെ മകന് കൊടുക്കുന്ന നല്ലൊരു സാരോപദേശമുണ്ട്. വസ്ബിർ അലാമ സാബക്, നിനക്ക് എന്ത് പ്രതിസന്ധി എത്തിയാലും അതിൽ ക്ഷമിക്കുക. നല്ലൊരു വാക്യമുള്ളത്. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ ക്ഷമിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു സൗകുമാര്യത ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ കാലത്ത് മനുഷ്യർ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാതായി പോകുന്നൊരു ഘട്ടമാണ് ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിൽ കാണുന്നു. ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോഴേക്ക് തന്നെ ജീവിതം അവസാനിക്കുക, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലുമൊക്കെ വഴികൾ സ്വീകരിക്കുക. ഇതൊരിക്കലും ഒരു മനുഷ്യന് യോജിച്ചതല്ല. ശരിക്ക് ഖുർആനിലുണ്ടല്ലോ, കുറേ കയറ്റവും ഇറക്കവുമാണ് ജീവിതം, അതിൽ ഒരു കയറ്റത്തിന് ശേഷം ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോ മനുഷ്യൻ്റെ ജീവിതം നോക്കുന്ന സമയത്തും എത്ര വലിയ വ്യക്തിയാവുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവുന്നതായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് വലിയ വാഹനങ്ങളോ വലിയ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടാവും, എന്നാൽ കൂടെയും അയാൾക്ക് അയാളുടേതായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പം അടുത്ത് കാണുന്ന വാർത്തകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഏകദേശം ഏത് മനുഷ്യനെ നോക്കിയാലും അയാൾക്ക് സന്തോഷിക്കാനും അല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തെ ആസ്വാദ്യകരമായിട്ട് മാറ്റാനും അതേപോലെ തന്നെ അയാൾക്ക് പ്രയാസങ്ങളിലൂടെ കടന്നു പോകാനുള്ള അവസരം പഠിച്ചവൻ ഒരേപോലെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം ഒരു സമയത്ത് ഒരു ഭക്ഷണം ഇല്ലാത്ത അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്ന സമയത്ത് അയാൾക്കുണ്ടാവുന്ന ആനന്ദമുണ്ട്. അതിന് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് നമ്മുടെ ടേംസിൽ പറയുക. അതായത് സ്വാഭാവികമായിട്ടും അയാൾക്ക് കിട്ടുന്ന അതേ ആനന്ദമായിരിക്കും ഒരു പക്ഷേ ഒരു വലിയ കാറുള്ള ആൾക്ക് പിന്നെ അതിനേക്കാൾ വലിയ മറ്റൊരു കാറ് കിട്ടുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ആനന്ദവും സമാനമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഫീല്. എങ്ങനെയാണ് ഉസ്താദിനെ കാണുന്നത്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു നബിയാണല്ലോ. അവരുടെ മകൻ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സഹോദരന്മാരാണ് കൊണ്ടുപോയി ചതിക്കുന്നത്. കിണറിൽ ഇടുന്നു, വസ്ത്രത്തിൽ രക്തത്തിൻ്റെ കറ പോലെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു, അത് കാണിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു പിതാവിൻ്റെ ഈ സമയത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയി എന്നതിൽ വ്യത പൂണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. അതേസമയത്ത് അവിടെ യാക്കൂബ് നബി കാണിക്കുന്ന നല്ലൊരു മാതൃക ഉണ്ട്, അഥവാ ക്ഷമിക്കുക. അവിടുന്ന് പറയുന്നുണ്ട്, ഇതിനു വേണ്ടി ഞാൻ നല്ല ക്ഷമിക്കും. സബറുൻ ജമീൽ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. എന്നിട്ട് പറയുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിനോടാണ് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോഴും തൻ്റെ മകൻ മരണം സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല, റബ്ബ് തനിക്ക് തിരിച്ചു നൽകും എന്നാണ് യാക്കൂബ് നബി സ്വലാം മനസ്സിൽ ചിന്തിക്കുന്നത്. അതെ, വലിയൊരു പ്രതീക്ഷയാണ്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പ്രതിസന്ധി വരുമ്പോഴും എനിക്ക് റബ്ബിൽ പ്രതീക്ഷയുണ്ട് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് റബ്ബ് നമുക്ക് അത്തരം എല്ലാം തിരിച്ചു നൽകുക. പിന്നീട് നമ്മൾ കാണുന്നത് യൂസുഫ് നബി വസ്സലാമിനെ തിരിച്ചു കിട്ടുന്ന രംഗാണല്ലോ, വർഷങ്ങൾക്ക് ശേഷം. അതെ, അപ്പോൾ അതാണൊരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ക്ഷമിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികൾക്കും അതേ അളവിൽ ക്ഷമിക്കാൻ കഴിയുമോ? എന്താണ് അതിന് നമുക്ക് നല്ലൊരു പാഠം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളെക്കാൾ താഴെ ഉള്ളവരിലേക്ക് നോക്കുക, മുകളിൽ ഉള്ളവരിലേക്കല്ല നോക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
നിങ്ങളുടെ ജീവിതം എപ്പോഴും നിങ്ങളെ താഴെ ഉള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് അതിനൊരു രസം ഉണ്ടാകുക. മറ്റേത് നമുക്ക് മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തി തുലനപ്പെടുത്തി ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് ഒരു സ്വസ്ഥത ലഭിക്കില്ല. ഇപ്പോൾ അബൂദറുൽ ഗിഫാരി തങ്ങൾ, അവിടുത്തെ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും നല്ല സുഖത്തിലും സൗകര്യത്തിലൊക്കെ ജീവിക്കുമ്പോൾ, നല്ല വീടും ഒക്കെ ജീവിക്കുന്ന സമയത്ത് അവർ വളരെ ലളിതമായി ജീവിക്കുന്നൊരു സംഭവം കാണാൻ കഴിയും. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ഒരാൾ വീട്ടിൽ വന്ന് ഒന്നും ഇങ്ങനെ കാണാത്ത സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്കിതൊന്നും ഇല്ലാത്തതെന്ന്. അപ്പോൾ അവർ പറയുന്നു, ഞാൻ എൻ്റെ എല്ലാം അടുത്ത ഒരു വീട്ടിലേക്ക് അഥവാ ആഖിറത്തിലേക്ക് വേണ്ടി എൻ്റെ എല്ലാ നല്ലതിനെയും ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇത് സ്വാഭാവികമായിട്ടും ഉള്ളവന് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും തൻ്റെ ആവശ്യങ്ങൾക്കപ്പുറത്തുള്ളത് യഥാർത്ഥത്തിൽ ആർഭാടായിരിക്കുമല്ലോ. അതെ, അത് മാത്രം മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അതിനെ മാത്രം സാധൂകരിച്ചിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ അവിടെയുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ കമ്പയർ ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അയാൾക്കൊരു വാഹനം ഉണ്ടെന്ന് കൂട്ടാം, ആ വാഹനം അയാളുടെ ആവശ്യങ്ങൾക്ക് മതിയെങ്കിൽ പോലും അയാൾക്ക് സമ്പത്തും ഉണ്ട്, കൂടെ പാരലലി അയാൾക്ക് സമ്പത്തും ഉണ്ട് എങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്വാഭാവികമായിട്ടും ആളുകൾ അതിനേക്കാൾ വലിയ കാറ് വാങ്ങാതിരുന്നാൽ സ്വാഭാവികമായിട്ടും അയാളെ പിഷ്കനായിട്ടായിരിക്കും എന്ത് ചെയ്യുക, മുദ്ര കുത്തുക. എന്തുകൊണ്ട് അയാൾ ഇപ്പോഴും ആ വാഹനം യൂസ് ചെയ്യുന്നു എന്നുള്ള ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു ജീവിതം ആണ് നിലവിലുള്ളതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെങ്കിലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഭാഗത്തു നിന്നെങ്കിലും പ്രഷർ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അടുത്ത് ഞാനൊരു വ്യവസായിയെ കണ്ടുമുട്ടുണ്ടായി. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നിടയിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ബിസിനസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ കടയിൽ ഇരിക്കുമായിരുന്നു. പിന്നെ അവിടെയുള്ള കസ്റ്റമേഴ്സുമായിട്ട് ഇങ്ങനെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ കച്ചവടം. ഇപ്പോൾ അതൊക്കെ മാറി. കാരണം കുട്ടികളൊക്കെ വ്യവസായം നല്ല പണം സമ്പാദിച്ച ഒരാളാണ്. അയാളുടെ മക്കളൊക്കെ കാറും കുറേ കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർക്ക് കടയിലേക്ക് വരാൻ കുട്ടികൾ മടിക്കുന്ന രൂപത്തിൽ അവർ ഈ എൻജോയ്മെൻറ്റുമായിട്ട് ഇങ്ങനെ പോവുക എന്നുള്ളതിലപ്പുറത്തേക്ക് ഈ ഒരു അവരുടെ കോറ് മറന്ന, അവരുടെ കോർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ബന്ധങ്ങളാണ്, ഈ ബന്ധങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കണം. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടികൾക്ക് പോലും അവരുടെ കോർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണെന്ന് അറിയുമെങ്കിൽ കൂടിയും അവർ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അവരുടെ സമാനമായിട്ടുള്ള അവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഒരു ക്ലാസ് ഓഫ് ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ. അവരുടെ ഇടയിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലായിരിക്കും ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു ഫീല്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ബിസിനസ് എന്ന കോറിലേക്ക് ശ്രദ്ധിക്കുന്നതിൽ നിന്ന് അവരിങ്ങനെ വിട്ടു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ഒക്കെ കാരണമായിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ ഒരു കമ്പാരിസണും ആ കമ്പാരിസണിൽ നിന്ന് ജീവിക്കാൻ എന്താണ് അവരുടെ അസ്തിത്വം എന്നുള്ളവർ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നു എന്നൊരു അതായിട്ട് കാഴ്ച കാണുന്നതുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിന് വലിയൊരു കാരണമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പറയാം. ഇന്ന് ജനങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലാണ്. പുറത്തുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, കാണുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് സോഷ്യൽ സ്റ്റാറ്റസ് എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ വരുമ്പോഴാണ് പൊതുവെ ഇത്തരം പുതുതലമുറ ഇങ്ങനത്തെ ചിന്തയിലൊക്കെ കടന്നു പോകുന്നത്. അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് കമ്പാരിസൺ മോർ ലിവിങ് എന്നാണ്. നേരത്തെ പറഞ്ഞ ഒരാശയമാണ്. അതെ, നിങ്ങൾ എന്താക്കരുത്, മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തിയല്ല ജീവിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമുക്ക് എങ്ങനെയെല്ലാം സമൂഹത്തിൽ ഇറങ്ങി തിരിച്ച് ജീവിക്കാൻ കഴിയും, അത് വളരെ നല്ല രൂപത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മനോഹരമായി അതിനെ കാണിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം സാധ്യമാക്കുക. ഇപ്പോൾ മുൻകഴിഞ്ഞ മഹത്തുക്കളൊക്കെ അങ്ങനെ ജീവിച്ചവരാണല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പോലും അങ്ങനെയാണ്. എത്രയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രയോ മനോഹരമായി അവിടുത്തെ ജീവിതത്തെ നമ്മൾ വർണ്ണിക്കുന്നുണ്ടല്ലോ. എല്ലാവിധ സോഷ്യൽ സ്റ്റാറ്റസും കീപ്പ് ചെയ്ത് റസൂലുള്ളാഹിക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ അപ്പോഴും അവിടുന്ന് പറയുന്നത് എന്നെ നിങ്ങൾ പാവപ്പെട്ടവരിൽ നോക്കിക്കോളൂ എന്നാണ്. അപ്പോൾ താഴെയുള്ളവരിലേക്ക് തന്നെയല്ലേ? അതെ. അപ്പോൾ താഴെയുള്ളവരിലേക്ക് നോക്കി ജീവിക്കുക.
അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് രസം കിട്ടുള്ളൂ എന്നാണ് പഠനം.